ഇതാണ് ഇതിന്റെ വ്യത്യാസം. അദ്ദേഹം ബി ജെ പിക്കാരനും ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനുമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞാൽ ഇദ്ദേഹം കേൾക്കുന്നു. ലാൽ സലാം സഖാവെ അത് പറഞ്ഞ രീതി അദ്ദേഹം ഒന്ന് കളിയാക്കുന്നു. പക്ഷെ അവർക്കിടയിൽ ഒരു വൈരാഗ്യവുമില്ല. പക്ഷെ നമ്മളോ അദ്ദേഹവും പറയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ ഇലക്ഷൻ വരുമ്പോൾ നമ്മളെല്ലാം ഇവിടെ ഒരു ബന്ധുക്കളും നാട്ടുകാരും ഒക്കെയാണ്, അയൽവക്കാരാണ്. നമുക്കിവിടെ പണക്കാടിയൊന്നുമില്ല. ഇലക്ഷൻ വരെ അവരൊരു ജയിക്കുക, അവരങ്ങ് പോകും. നമ്മളിവിടെ എത്തി ജീവിക്കുന്നവരാണ്. നമ്മൾ വട്ടിയൂർക്കാവ് കാഞ്ഞിരമ്പാറ നിൽക്കുകയാണ്. ഇവിടെ ഒരു ചർച്ച കണ്ടു. രാവിലെ പണിക്കൊക്കെ പോകുന്നതിന് മുന്നേ നമ്മളെല്ലാവരും കൂടി നിന്ന് ഒരു ചർച്ച, അങ്ങനെ നമ്മളെല്ലാവരുടെ ഇപ്പം നമ്മൾ വീട്ടിലാണെങ്കിൽ നമ്മൾ അയൽവക്കക്കാരുമായിട്ടൊക്കെ സംസാരിക്കാമല്ലോ, അതുപോലൊരു ഫീലാണ് എനിക്കിവിടെ തോന്നിയത്. ഇത് ദീപു, നമുക്ക് ഇവരോട് തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ചോദിക്കാം. ദീപു, ഇലക്ഷനൊക്കെ എവിടെ വരെയായി? ഇലക്ഷൻ ഞാൻ BJP വർക്ക് ചെയ്യണതാണ്. നമുക്ക് ഒരു അഭിപ്രായം പറയുമ്പോൾ നല്ലൊരു പോരാട്ടമാണ് നടക്കുന്നത്. വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്? ഞാൻ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. BJPക്ക് വേണ്ടി നല്ല രീതിയിലാണ്. ശ്രീലേഖ മാഡത്തിനെ കുറിച്ച് എന്താണ് ദീപുവിന്റെ ഒരു പ്രതീക്ഷ? ശ്രീലേഖ ജയിക്കണം, പിന്നെ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. നാട്ടുകാരുടെ ഇടയിൽ വന്ന് നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സാധാരണക്കാരായ ഒരു ജനങ്ങളുടെ വിഭാഗം എന്ന് വെച്ചിട്ട് പോവാണോ? അവിടെ ഇരിക്കൂ. സാധാരണക്കാരായ താങ്കൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലേ? ഇല്ല. ഒരു വർഷമില്ല. ഹാപ്പിയാണ്. എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? തെരഞ്ഞെടുപ്പ് നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചും ചർച്ച ചെയ്യാനല്ല ഇത്. എങ്ങനെയാണ് താങ്കളുടെ ഒരു പ്രതീക്ഷ? നാളെ എങ്ങനെയുള്ള ഒരു സർക്കാർ വരണം? സാധാരണക്കാർ, ഇപ്പം ഞാനും താങ്കളും ഒക്കെ സാധാരണക്കാരുടെ കൂട്ടത്തിൽ പെടുന്നതാണ്. നമ്മുടെ പ്രതീക്ഷ അത് എന്താണ്? BJP. എന്തുകൊണ്ട് BJP എന്ന് പറയുന്നു? ഇപ്പൊ ദേശീയ തലത്തിൽ നമുക്കറിയാം നരേന്ദ്രമോദി കൊണ്ടുവന്ന വികസനങ്ങൾ അറിയാം. ആ വികസനങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് BJP വരുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വം അതിന് കെൽപ്പുള്ളതാണെന്ന് അങ്ങ് കരുതുന്നുണ്ട്. അങ്ങനെ പേരെന്താ? എന്റെ പേര് പ്രഭു. പ്രഭു അങ്ങനെ കരുതുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ഒരുപാട് പ്രതീക്ഷയുണ്ട്. ശ്രീലേഖ മാഡത്തിനെ വിജയിക്കാൻ ഒപ്പം നിൽക്കും. തീർച്ചയായും. താങ്കളുടെ അഭിപ്രായം പറയും. ഞാനിവിടെ BJP വരണമെന്നാണ് ആഗ്രഹം. നമുക്കിവിടെ 6 വർഷം കൊണ്ട് നമ്മളെ BJPയിലെ കൗൺസിലറായിരിക്കുന്നത്. ആ കിട്ടാത്ത ആനുകൂല്യങ്ങളെല്ലാം അവർ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണക്കാർക്കുള്ള കാര്യങ്ങളെല്ലാം കൗൺസിലർ ശരിയാക്കി തരണുണ്ട്. അപ്പം നമുക്ക് BJP വരണമെന്നാണ് നമ്മളെ ആഗ്രഹം. എൻ്റെതായുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, എന്ത് കാര്യം പറഞ്ഞാലും EK പ്രശാന്ത് അറിഞ്ഞു കഴിഞ്ഞാൽ ഓടിയെത്തും. എന്ത് കാര്യങ്ങൾക്കായിരുന്നാലും നടപടിയുണ്ട്. അതുപോലെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി ഇല്ലെങ്കിൽ തന്നെയും നിങ്ങൾ നേരിട്ട് വന്ന് എൻ്റെ ഓഫീസിൽ വന്ന് കണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു തരും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ. അതുകൊണ്ട് EK പ്രശാന്തേ ഇവിടെ ജയിക്കുള്ളതാണ്. എൻ്റെ പേര് സജികുമാർ. എന്ത് ചെയ്യുന്നു? ഞാൻ കൂലിവേലയാണ്. EK പ്രശാന്ത് ജയിക്കുന്നത്. EK പ്രശാന്ത് നല്ലൊരു മനുഷ്യൻ തന്നെയാണ്. ഇവിടെ നമ്മളെ അത്യാവശ്യ കാര്യങ്ങൾ എല്ലാത്തിനും അയാൾ ഇവിടെ നല്ല പൂർണ്ണമായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. EK പ്രശാന്ത് ജയിക്കും, ഉറപ്പാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ വരുമ്പോൾ ഇവരോട് പറഞ്ഞത് രാഷ്ട്രീയമില്ലാതെ നമുക്ക് സംസാരിക്കാമെന്ന്. പക്ഷേ ഇതിൽ BJPക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, ഇടതുപക്ഷക്കാരുണ്ട്. പക്ഷെ അവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് അദ്ദേഹത്തിന്റെ മുഖത്ത് സന്തോഷത്തോടെ അദ്ദേഹം വളരെ ശക്തമായിട്ട് പറഞ്ഞു. EK പ്രശാന്തേ വരൂ, അദ്ദേഹം അങ്ങനെ നല്ലൊരു മനുഷ്യനാണ്. ഇദ്ദേഹം BJPയെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അവരുടെ ഇടയിലുള്ള ഒരു ഒത്തൊരുമ, ആ ഒത്തൊരുമയാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഇല്ലാത്തത്. ആര് ഭരിച്ചാലും അത് സംസ്ഥാനത്തിന് വേണ്ടിയായിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുത്താതെ സംസ്ഥാനത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കണമെന്ന് എപ്പോൾ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കുമോ അന്ന് മാത്രമേ നമ്മുടെ ഈ ഇലക്ഷൻ കൊണ്ടും അതുപോലെ ഈ രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ടുമൊക്കെ ഇവിടെ വില ഉണ്ടാവുകയുള്ളൂ. ഇതാണ് ഇതിന്റെ വ്യത്യാസം. അദ്ദേഹം BJPക്കാരനും ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനുമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞാൽ ഇദ്ദേഹം കേൾക്കുന്നു. ലാൽ സലാം സഖാവെ അത് പറഞ്ഞ രീതി അദ്ദേഹം ഒന്ന് കളിയാക്കുന്നു. പക്ഷെ അവർക്കിടയിൽ ഒരു വൈരാഗ്യവുമില്ല. പക്ഷെ നമ്മളോ അദ്ദേഹവും പറയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ ഇലക്ഷൻ വരുമ്പോൾ നമ്മളെല്ലാം ഇവിടെ ഒരു ബന്ധുക്കളും നാട്ടുകാരും ഒക്കെയാണ്, അയൽവക്കാരാണ്. നമുക്കിവിടെ പണക്കാടിയൊന്നുമില്ല. ഇലക്ഷൻ വരെ അവരൊരു ജയിക്കുക, അവരങ്ങ് പോകും. നമ്മളിവിടെ എത്തി ജീവിക്കുന്നവരാണ്. നോക്കൂ, ഇങ്ങനെയാണ് ഇത്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഇത് കാണട്ടെ. ഇങ്ങനെയാണ് വേണ്ടത്. പരസ്പരം തൊഴുത്തിൽ കുത്തും പരിഹാസമൊന്നും അല്ല വേണ്ടത്. ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. എന്തായാലും എനിക്ക് നിങ്ങളെ എല്ലാവരെയും ഇഷ്ടപ്പെട്ടു. ഇലക്ഷൻ കഴിഞ്ഞാൽ ഒരു വരെ കൂടെ വരും.